വെൽക്കം ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡിസിഷൻ ട്രീ അനാലിസിസ്, റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പാർട്ടിലെ മോഡേൺ മെത്തേഡാണ് ഡിസിഷൻ ട്രീ അനാലിസിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങൾ ട്രഡീഷണൽ മെത്തേഡ്, ഇതിൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്, സെർട്ടനിറ്റി ഈക്വൽ മെത്തേഡ്. ദെൻ മോഡേൺ മെത്തേഡിൽ സെൻസിറ്റിവിറ്റി, പ്രോബബിലിറ്റി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ദെൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസിഷൻ ട്രീ അനാലിസിസ്. അപ്പോൾ എന്താണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്? ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ട്രീ ഷേപ്പ്ഡ് ഡയഗ്രമാണ്. അതായത് അവസാനം നമ്മളിത് കണക്കൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിൽ ഇതിനെ കാണാൻ പറ്റും. ഉണ്ടല്ലേ? ഇങ്ങനൊരു ശാഖകളായിട്ട് ഇങ്ങനെ ഇത് ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഉണ്ടല്ലേ? അപ്പോൾ ഇറ്റ് ലുക്ക് ലൈക്സ് എ ട്രീ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ ഇപ്പം നിങ്ങൾക്ക് തോന്നില്ല. നോക്കൂ, ഇതിനെ നേരെ തിരികെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലാൻ പറ്റും. ഉണ്ടല്ലേ? ഇതിങ്ങനൊരു ട്രീ ഷേപ്പിലാണ് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഡിസിഷൻ ട്രീ അനാലിസിസ്. അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കണക്കിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്താണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തിയററ്റിക്കായിട്ട് നമുക്ക് റിവ്യൂ നടത്തുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഇസ് എ ട്രീ ഷേപ്പ്ഡ് ഡയഗ്രാം. അല്ലേ? നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ രീതിയിലാണ് ഇതിൽ കിടക്കുന്നത്. പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ടൂൾ ടു ചൂസ് ദി മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആൾട്ടർനേറ്റീവ് എമംഗ് വേരിയസ്. മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് പോസിബിൾ ഔട്ട്കം. ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരിക്കും, അതിൻ്റെ പോസിബിൾ ഔട്ട്കമ്മും ഇതിലുണ്ടായിരിക്കും. അത് നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദി ഇവാലുവേഷൻ ആൻഡ് കമ്പാരിസൺ ഓഫ് ദി വേരിയസ് ഓപ്ഷൻസ് ആൻഡ് ദിയർ റിസൾട്ട്സ് ആസ് ഷോൺ ഇൻ എ ഡിസിഷൻ ട്രീ. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വ്യാഖ്യാനിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ട്രീ അനാലിസിസ്, ഡിസിഷൻ ട്രീ അനാലിസിസ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്തൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, see question. A limited company is considering the purchase of a new plant requiring a cash outlay of 50,000. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 50,000. ദി പ്ലാന്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് എ യൂസ്ഫുൾ ലൈഫ് ഓഫ് 2 years വിതൗട്ട് എനി സാൾവേജ് വാല്യൂ. 2 വർഷം ഇത് ഉപയോഗിക്കാമെന്നാണ് ഇവരുടെ ഒരു കണക്ക് കൂട്ടൽ. ഈ സാൾവേജ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മളിത് ഈ ഒരു പിന്നെ മെഷീനോ സംതിങ് എന്തായാലും ശരി, അത് ഒരു യൂസ്ലെസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപയോഗശൂന്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുമ്പോൾ കിട്ടുന്ന വില, അതിനെയാണ് സാൾവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, സോ വിതൗട്ട് എനി സാൾവേജ് വാല്യൂ അതൊന്നില്ല എന്നാണ് പറയുന്നത്. ദി ക്യാഷ് ഫ്ലോസ് ആൻഡ് ദെയർ അസോസിയേറ്റഡ് പ്രോബബിലിറ്റീസ് ഫോർ 2 years ആർ ആസ് ഫോളോസ്. അപ്പോൾ ക്യാഷ് ഫ്ലോസും അതിൻ്റെ അസോസിയേറ്റഡ് പ്രോബബിലിറ്റീസ്, നോട്ട് ദി പോയിൻറ്റ്, അസോസിയേറ്റഡ് പ്രോബബിലിറ്റീസ്. അപ്പോൾ ഇതിലിങ്ങനെയാണ് വരിക. പ്രോബബിലിറ്റി ഉണ്ടാവും, അതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് എന്താണ് ഇൻഫ്ലോസും പ്രോബബിലിറ്റീസും കൂടി തരും. അങ്ങനെയാണ് ശാഖകൾ ബ്രാഞ്ച് വൈസ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ 2 വർഷത്തെ നമുക്ക് തന്നത് ഫോർ 2 years ആർ ആസ് ഫോളോസ് എന്നാണ്. ആ 2 വർഷത്തെ ഏതൊക്കെയാണ് ആണ്? ഫസ്റ്റ് ഇയറിൽ, ഇത് 1ാമത്തെ ഇയർ ആട്ടോ, ഫസ്റ്റ് ഇയർ, അതിലെ ക്യാഷ് ഫ്ലോ, അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 എന്താണ് ആൾട്ടർനേറ്റീവ്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഇയറിൽ ഒന്ന് ക്യാഷ് ഫ്ലോ 20,000, അതിൻ്റെ പ്രോബിലിറ്റി 0.2. ദെൻ മറ്റൊരു ആൾട്ടർനേറ്റീവ് 25,000, 0.3, 35,000, 0.5. ഓക്കെ, തീർന്നിട്ടില്ല. സെക്കൻഡ് ഇയറിൽ ഈഫ് ക്യാഷ് ഫ്ലോ ഇൻ ദി ഫസ്റ്റ് ഇയേഴ്സ് ആർ, ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ ഇന്നതാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇനി തരാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ 20 ആണെങ്കിൽ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ പ്രോബബിലിറ്റീസ് ആണ് പറയുന്നത് 10.3, 24,000, 0.4, 35,000, 0.3. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ എങ്ങനെയാണ്, ഈഫ് ക്യാഷ് ഫ്ലോസ് ഇൻ ദി ഫസ്റ്റ് ഇയർ ആർ 25,000, അങ്ങനെയാണെങ്കിലോ മറ്റൊരു രീതി പറയുന്നത് 26,000, 0.2, 36,000, 0.4, 36,000, 0.4. ഇതുപോലെ തന്നെയാണ് എന്താണ് ഇതും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ വരും,
20,000 എന്ന് പറയുന്നത് ഫസ്റ്റത്, അതോടൊപ്പം തന്നെ എന്താണ് ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം. ഇതാണ് ഒന്നാമത്തെ ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് 25,000 ദെൻ ഇതിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് ആൾട്ടർനേറ്റീവ്സ്. മൂന്നാമത്തെ ഒരു ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് 35,000 ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ എന്ത് വരും, ഇതാ ഈ ഒരു ആൾട്ടർനേറ്റീവ് 35.3 അല്ലെ 50,000.5. ഇതാണ് 3 ആൾട്ടർനേറ്റീവ്സ്. അതിൻ്റെ പോസിബിൾ ഔട്ട്കം ഒക്കെയാണ് ഇനി നമ്മളെന്താണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് അസ്യൂം ദാറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 10%. നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടറാണ് ഉദ്ദേശിക്കുന്നത്. പ്ലോട്ട് ദി എബവ് ഡാറ്റ ഇൻ ദി ഫോം ഓഫ് ഡിസിഷൻ ട്രീ. കണ്ടില്ലേ, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിരിക്കും, ഒരു ഡിസിഷൻ ട്രീ ഫോമിൽ അതിനെ പ്ലോട്ട് ചെയ്യണം. ആൻഡ് സജസ്റ്റ് വെദർ ദി പ്രൊജക്റ്റ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ഓർ നോട്ട്. എന്നിട്ട് ഈ പ്രൊജക്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയാണ് ഇതിൽ നമുക്ക് ഡിസിഷൻ ട്രീ ചോദിച്ചാൽ ഇത് വരച്ചുണ്ടാക്കുക എന്നുള്ളൊരു പ്രശ്നം മാത്രമാണുള്ളത്. വളരെ സിമ്പിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സും അതിൻ്റെ പോസിബിളായിട്ടുള്ള ഔട്ട്കം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ആൾട്ടർനേറ്റീവ്സ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ. 2 വർഷങ്ങളിലായിട്ട് 3 ആൾട്ടർനേറ്റീവ്സ് ഇവിടെ ഉണ്ട്. ഒരു 20ഉം അതിനോടനുബന്ധിച്ച ആൾട്ടർനേറ്റീവ്സ്, ദെൻ മറ്റൊന്ന് 25 അതിനോടനുബന്ധിച്ചത്, മറ്റൊന്ന് 35 അതിനോടനുബന്ധിച്ചത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ഇൻഫോർമേഷൻ മൊത്തമായിട്ട് നമ്മുടെ ഡിസിഷൻ ട്രീ അനാലിസിസിലേക്ക് വരച്ചതിന് ശേഷം ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ഇങ്ങനെ ഡിസിഷൻ ട്രീൻ്റെ കണക്ക് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡിസിഷൻ ട്രീ വരയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്കെന്താണ് ഈ ഇൻഫോർമേഷൻ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഇൻഫോർമേഷൻ ഉണ്ടല്ലോ, ഇത് നമുക്കെന്താണ് ആവശ്യമാണ് അതിലേക്ക് വരയ്ക്കാൻ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വരയ്ക്കാൻ നിൽക്കാതെ ആദ്യം തന്നെ എന്താണ് NPV ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പിന്നെ എന്താണ് ഡിസിഷൻ ട്രീ വരയ്ക്കാൻ എളുപ്പമാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അടുത്ത് ഇങ്ങനെ പോകാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്താണ് ഇതിൽ വർക്കൗട്ട് ചെയ്യേണ്ടതുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണെന്നുള്ള. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചാർട്ടൊക്കെ വരയ്ക്കുക NPV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ എത്ര കോളുണ്ട്, 1 2 3 4 5 6 7 കോളങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മളതിനെ ഒന്നുകൂടിയൊക്കെ ഒന്ന് റീഡിസൈൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ലോജിക്കൽ തിങ്കിങ്ങിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫോർമാറ്റ് ദർ ഈസ് നോ സച്ച് എന്താണ് ഡെഫിനിറ്റ് ഫോർമാറ്റ്, അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് NPV കാണണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഫോർമാറ്റ് ആൾട്ടർനേറ്റീവ്സ് ആണ്. ഫസ്റ്റ് 3 ആൾട്ടർനേറ്റീവ് നമ്മൾ പറഞ്ഞു ABC. ഓക്കെ, അതിൽ ഒന്നാമത്തെ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഏത് രീതിയിലാണ്, ഫസ്റ്റ് ഇയറിൽ എല്ലാം 20,000 ആണ്, സെക്കൻഡ് ഇയറിൽ എന്ത് വരുന്നുണ്ട് 10, 24, 35 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അത് ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഫസ്റ്റ് ഇയറിൽ എല്ലാം 20, ദെൻ അതിൻ്റെ സെക്കൻഡ് ഇയറിൽ ഇതാ ഈ സെക്കൻഡ് ഇയറിൽ ഇതാ ഈ സംഭവങ്ങൾ 10, 24, 35 ഇതാണ് ആ സാധനം. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾട്ടർനേറ്റീവ്സ് എഴുതുക. ഫസ്റ്റ് ഇയറിൽ 25 എന്ന് പറയുന്നതും അതിനോടൊപ്പം അസോസിയേറ്റഡ് ആയിട്ട് സെക്കൻഡ് ഇയറിൽ വരുന്ന 26, 30, 36. ദെൻ C ആൾട്ടർനേറ്റീവ്, മൂന്നാമത്തെ ആൾട്ടർനേറ്റീവ് ഫസ്റ്റ് ഇയറിൽ 35, ദെൻ സെക്കൻഡ് ഇയറിൽ 38, 50, 60 അതതുപോലെ എഴുതി. ഓക്കെ, സോ ഇത് ക്വസ്റ്റ്യൻ നമുക്ക് നേരിട്ട് എടുത്തെഴുതാം. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടെത്തണം. അപ്പോൾ ഇതിൽ PV at 10% എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ടേബിൾ എന്ന് പറയുന്നത് ടേബിൾ നമ്പർ 1 ആണ്. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്, ടേബിൾ നമ്പർ 1 ആണ്, അത് നോട്ട് ചെയ്തേക്കണം. അപ്പോൾ ഈ ടേബിൾ നമ്പർ 1ൽ ഫസ്റ്റ് ഇയറിലെ ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ എടുക്കുമ്പോൾ 10% എടുക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി നമുക്ക് ഇതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടുവച്ചാണ്, ഇനി അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ ഫസ്റ്റ് ഇയറിൽ എന്ന് പറയുന്നത് 0.909 ആണ്. 0.909 909 അതവിടെ നോട്ട് ചെയ്തേക്കണം. അതുപോലെ സെക്കൻഡ് ഇയറിൽ ഇതിൻ്റെ വരുന്നത് 0.826 ആണ്. 0.826
സെക്കൻഡ് ഇയറിൽ. ഓക്കെ, 0.826. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ എങ്ങനെ ഈ ഫസ്റ്റ് ഇയർ 18,180 എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ചോദ്യം. ഈ 20,000 ഉണ്ടല്ലോ, ഈ 20,000 എന്തുകൊണ്ട് ഗുണിച്ചതാണ്? നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ പറഞ്ഞു 0.909 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ ഇവിടെയൊക്കെ 20 20 × 0.909 18,180. അതുപോലെ തന്നെ ഇതൊക്കെ ഒക്കെ ഒരേ ഫിഗർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0.909 കൊണ്ടാണ് ഗുണിച്ചാൽ മതി ഈ ഒരു കോളം കംപ്ലീറ്റ്, ഈ ഭാഗം കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ 25,000 എന്തുകൊണ്ട് ഗുണിച്ചത്? 0.909 കൊണ്ട് ഗുണിച്ചതാണ് ഈ കിട്ടിയ ഈ സംഭവങ്ങളൊക്കെ ഒരേ ഫിഗർ ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളൊക്കെ ഒരേ ഫിഗർ ആയിരിക്കും. ഓക്കെ, 31,815 ഇതുണ്ടല്ലേ, ഇതൊക്കെ ഒന്നാണ്. അത് അതേപോലെ എഴുതിക്കുക. സെക്കൻഡ് ഇയറിൽ പക്ഷേ എന്ത് മാറും? എമൗണ്ട് മാറും. കാരണം എന്താണ്? സെക്കൻഡ് ഇയറിൽ ഇവിടെ കണ്ടില്ലേ എമൗണ്ട് മാറ്റമുണ്ട്, 10, 24, 35. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇവിടെയൊക്കെ മാറും. അപ്പോൾ അത് ഗുണിക്കേണ്ടത് എത്രയാണ്? ഗുണിക്കേണ്ട ഫിഗർ നമ്മൾ പറഞ്ഞു 0.826. സെക്കൻഡ് ഇയറിൽ 0.826. ഈ 826നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഈ ഒരു കോളത്തിലുള്ള ഫാക്ടർ കൊണ്ട് ഗുണിക്കുക. എന്ന് പറഞ്ഞാൽ 10,000 × 0.826 എന്ന് പറഞ്ഞാണ് 82,60. 24,000 × 0.826 ആണ് എത്ര? 19,824. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പോകും. ഇപ്പോൾ 60,000 × 0.826 ആണിത് 49,560. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്, ബാക്കിയൊക്കെ സെയിം പാറ്റേൺ ആട്ടോ, ഒരു മാറ്റമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ടേബിൾ 1 നോക്കിയിട്ട് 10% ഫസ്റ്റ് ഇയറിൻ്റെ പോയിൻ്റ് ഫിഗറും സെക്കൻഡ് ഇയറിലെ പോയിൻ്റ് ഫിഗറും ഡിസ്കൗണ്ട് ഫാക്ടറും കണ്ടെത്തി അതിനെ എന്താണ് നമ്മളെന്താണ് ഫസ്റ്റ് ഇയറിനെ ഇതുകൊണ്ടും സെക്കൻഡ് ഇയറത്തെ ഡിസ്കൗണ്ട് ഫാക്ടറിനെ സെക്കൻഡ് ഇയർ കൊണ്ടും മൾട്ടിപ്പിൾ ചെയ്തെടുത്താൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ പി വി. ടോട്ടൽ പി വി സിമ്പിളാണ്. ഇതാണ്, ഈ ഫസ്റ്റ് ഇയറും ഈ സെക്കൻഡ് ഇയറും തമ്മിലാണ് കൂട്ടിയാൽ എന്താണ് ടോട്ടൽ ഫീ ആയി. ഓക്കെ, അപ്പോൾ 18,180 പ്ലസ് 8,260 എന്ന് പറയുന്നതാണ് എത്ര? 26,440. അതുപോലെ തന്നെ എന്താണ് ഈ രണ്ട് സാധനം കൂട്ടിയാൽ ഇത് കിട്ടി. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടി? ഇത് കിട്ടി. അങ്ങനെ ഇതൊക്കെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. ഓക്കെ, സോ ടോട്ടൽ പി വി എന്ന് പറയുന്നത് പി വി ഓഫ് ഫസ്റ്റ് ഇയർ പ്ലസ് പി വി ഓഫ് സെക്കൻഡ് ഇയർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ പി വി ആയി. ഇനി എൻ പി വി എങ്ങനെയാണ്? എൻ പി വി അതിൽ സിമ്പിളാട്ടോ. എൻ പി വി എന്ന് പറയുന്നത് 26,440 ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? 50,000 50,000 അല്ലേ? ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നോട്ടായിട്ട് കൊടുക്കാം. എന്താണ് ടോട്ടൽ പി വി മൈനസ് കോസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എഴുതിയാൽ ഇതിനുള്ള ആൻസറായി. അപ്പോൾ നമ്മൾ 26,440 മൈനസ് 50,000 എന്ന് പറയുന്നതാണ് മൈനസ് 23,560 എന്ന് പറയുന്നത്. അപ്പോൾ കുറേ മൈനസ് വരും, കുറേ പ്ലസ് ഒക്കെ വരും. ഓക്കെ, എല്ലാത്തിനും എന്താണ് ഈ ഒരു ഫിഗറിൽ നിന്നും 50,000 ഇങ്ങനെ കുറച്ചാൽ മതി. അപ്പോൾ അവസാനം നോക്കൂ നിങ്ങൾ, 81,375 മൈനസ് 50,000 എന്ന് പറഞ്ഞാൽ എത്ര? 31,375. ദാറ്റ്സ് ഓൾ. സോ നമ്മൾ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചു, എൻ പി വി. ഇതിനി മൊത്തത്തിൽ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ എൻ പി വി എന്നുള്ളൊരു ഫാക്ടർ മാത്രം ഇവിടെ നിന്ന് കണ്ടുവച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡിസിഷൻ ട്രീ വരയ്ക്കാം. അപ്പോൾ നോക്കുക, നമുക്ക് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് നമ്മളെന്താണ് ഈ ഒരു ഓൾട്ടർനേറ്റീവ്സിൻ്റെ ബേസിലാണ് നമ്മൾ പോവുക. 2, 3 ഓൾട്ടർനേറ്റീവ്, ഇതിലിങ്ങനെ 3 ഉണ്ടല്ലേ, ഇങ്ങനെ ശാഖകളായിട്ട് പോകണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കാൻ നോക്കുക. ആദ്യം തന്നെ നമ്മളെ ഔട്ട്ലേ അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ദെൻ ഇനി 3 ഓൾട്ടർനേറ്റീവ്സാണ്. അത് ഫസ്റ്റ് ഇയറിലുള്ള മുകളിൽ ഫസ്റ്റ് ഇയറിന് കൊടുക്കണം കേട്ടോ. 20, 25, 35 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 0.2, 0.3, 0.5 എന്ന് പറയുന്നത് അതിൻ്റെ നേരെയുള്ള പ്രോബബിലിറ്റി ആട്ടോ. അത് തന്നെ അതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. കണ്ടില്ല നിങ്ങൾ,
20ൻ്റെ പ്രോബബിലിറ്റി, 25ൻ്റെ പ്രോബബിലിറ്റി, 35ൻ്റെ പ്രോബബിലിറ്റി. ഇനി ഇത് നിങ്ങളുടെ ബാക്കിയുള്ളതും ഇവിടെ ഇങ്ങനെ പ്രോബബിലിറ്റി ഉണ്ട്. ഈ പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ ഇതിലേക്ക് എടുക്കുക, ഡിസിഷൻ ട്രീയിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ നമ്മൾ എടുത്തു, 20ഉം 25ഉം 35ഉം. ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫസ്റ്റ് ആൾട്ടർനേറ്റീവിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി മറ്റും കാര്യങ്ങളൊക്കെ അതാണ് എന്താണ് 10, 24, 35 ഒന്നാമത്തെ സെക്കൻഡ് ഇയറിൽ ആണല്ലേ, ഇയർ 2. അതിലെ പ്രോബബിലിറ്റി 0.3, 0.4, 0.3. ഓക്കെ, അത് നമ്മൾ ചാർട്ട് നോക്കിയാലും നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ക്വസ്റ്റ്യന് നേരിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, 10 അതിൻ്റെ പ്രോബബിലിറ്റി 0.3, 24 0.4, 35 0.3. ഇതുപോലെ തന്നെ ബാക്കിയൊക്കെ ഇനി വരിക കേട്ടോ. ഓക്കെ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ 25 എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് ഇയറിൽ നമ്മൾ എന്താണ് 26, 30, 36 അതിന് നേരെ കൊടുത്തിട്ടുള്ള പ്രോബബിലിറ്റി ഇവിടെ കാണിക്കുക. ഓക്കെ, 2, 4, 4. ദെൻ 35ൻ്റെ 38, 50, 60 അതിൻ്റെ പ്രോബബിലിറ്റി 3, 5, 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഇപ്പം തന്നെ ഏകദേശം എന്താണ് ഒരു ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഒരു ട്രീൻ്റെ രൂപമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഒരു സ്പെഷ്യൽ ലുക്കിലൊക്കെ വരയ്ക്കണം കേട്ടോ, കുറച്ച് വിടുത്തിൽ വരയ്ക്കുക. എക്സാമിനൊക്കെ പിന്നെ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് വിടുത്തിൽ വരയ്ക്കുക, അപ്പോഴേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. മറ്റേതൊക്കെ പാട് തമ്മിൽ മിക്സ് ചെയ്ത് പോകുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. സോ കുറച്ച് വീതിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ അവസാനം ഒരു ട്രീൻ്റെ പോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ റൗണ്ട് നോഡ് ഇതുകളൊക്കെ ഈ സംഭവങ്ങളൊക്കെ കൊടുത്തു പോവുക, അപ്പോഴാണ് അതിൻ്റെ ഒരു ലുക്സ് ലൈക്ക് എ ട്രീ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അതൊരു ട്രീൻ്റെ പോലെ ഒന്നും ആവില്ല നമ്മൾ വരച്ച് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുമ്പോൾ അതൊരു ട്രീൻ്റെ പോലെയും കൂടി ആക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഇതെന്താണ് ഒരു ട്രീ ഷേപ്പിൽ ഡയഗ്രം എന്ന് പറഞ്ഞു വെച്ചാണ്ട് ഇത് വരച്ചു പോകുമ്പോൾ അതിനെ ട്രീൻ്റെ ഒരു ഷേപ്പേ ഇല്ലാതൊക്കെ ഇരുന്ന്. ഓക്കെ, സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ദെൻ ഇനി നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച NPV ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നേരത്തെ ജസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ NPV ഇതേപോലെ കണ്ട് മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഈ സാധനമാണത്, അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതാണ് പകുതി വഴിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, NPV കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. അത്രേ ഉള്ളൂ. ദെൻ ജോയിൻ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ 2 ഉണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എഴുതി വെച്ച് ഈ 2 ഇവിടെ, ഈ 2 ഇവിടുത്തെ 3 ഉണ്ടല്ലോ, ഈ 2×3 ഈ 0.06 എന്ന് പറയുന്നത്. ഈ 2×4 ഇവിടെ 0.08. ഈ 2×0.3 എന്ന് പറയുന്നതാണ് 0.06. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ അതേപോലെ തന്നെ അടിച്ചു 0.2 × 0.3. ഓക്കെ, മറ്റേ നിങ്ങൾ ഒറ്റയടിക്ക് 2×3 വെറും 0.6 ഇടരുത്. 0.6ഉം 0.06ഉം തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് തെറ്റിക്കരുത്. ഓക്കെ, ആ കാര്യം മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കണോണ്ടുള്ള മെച്ചതാണ്. ജോയിൻറ്റ് പ്രോബബിലിറ്റി പറഞ്ഞാൽ കൂടുകയാണ്. ഈ ഫസ്റ്റ് ഇയറിലെ പ്രോബബിലിറ്റിയും സെക്കൻഡ് ഇയറിലെ പ്രോബബിലിറ്റിയും തമ്മിൽ ഗുണിച്ചതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തു കണ്ടില്ലേ. ദാറ്റ്സ് ഓൾ. ഇനി ഫൈനൽ എന്താണ്, എക്സ്പെക്റ്റഡ് NPV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കിട്ടിയ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഇല്ലേ, ഈ കോളത്തിൽ കിട്ടിയത് ജോയിൻറ്റ് 0.06 ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കുക, NPV ക്യാഷ് ഇൻഫ്ലോ തൊട്ട് പുറത്ത് കണ്ടതുണ്ടല്ലോ -23,560. ഓക്കെ, അതിനെ ഗുണിച്ചാൽ നമുക്ക് എന്താ കിട്ടുക, -1413.60 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊട്ടടുത്ത് വരുന്ന 2 കോളങ്ങൾ തമ്മിലാണ് ഗുണിച്ചാൽ എന്തായി, എക്സ്പെക്റ്റഡ് NPV എന്ന് പറയുന്ന കോളം കിട്ടും. ഓക്കെ, ഇതുപോലെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. 0.08 × -11,996 എന്ന് പറഞ്ഞത് കിട്ടും. സോ അതുപോലെ എല്ലാം നമുക്ക് എന്താണ് എഴുതണം. അപ്പോൾ മൈനസ് ഉണ്ടാവും, പ്ലസ് ഉണ്ടാവും. ദെൻ അവസാനം എന്ത് ചെയ്യണം, ഈ ഒരു കോളം ഇതിങ്ങനെ കൂട്ടുക. മൈനസും പ്ലസ്സൊക്കെ വരുമ്പോൾ അതൊക്കെ എന്താണ് കൂട്ടി അവസാനം കിട്ടുന്ന ആൻസർ 7996.80.
ഇതാണ് ഇവിടുത്തെ എന്താണ് എക്സ്പെക്റ്റഡ് NPV എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മളിതിനെ ക്രൈറ്റീരിയ നമുക്ക് എങ്ങനെയാണ് നമ്മളിതിനെ ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുക? ഇത് ഇപ്പോൾ NPV ഇവിടെ നിന്നാണ് പോസിറ്റീവ് ഫിഗറാണ്, മൈനസ് അല്ല പോസിറ്റീവ് ഫിഗറാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് NPV എന്ന് നമുക്ക് ഈ പ്രൊജക്റ്റിന് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ മൊത്തം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ക്രൈറ്റീരിയ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതിലിപ്പോൾ മൊത്തം എത്ര ഔട്ട്കം വന്നിട്ടുണ്ട്? എന്താ 1 2 3 4 5 6 7 8 9 ഔട്ട്കം. സോ നമുക്ക് അതൊക്കെ വേണമെങ്കിൽ എങ്ങനെ ഇതിനെ കൺക്ലൂഡൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക? ഡിസിഷൻ ട്രീ, ഈ ഒരു ഡിസിഷൻ ട്രീ അല്ലേ, ഗീവ്സ് 9 പോസിബിൾ ഔട്ട്കം, 9 പോസിബിൾ ഔട്ട്കം ഉണ്ട് ഒന്നത്. പിന്നെ മറ്റൊന്ന് നമുക്ക് പറയാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് NPV, ഈ സംഭവം കേട്ടോ, എക്സ്പെക്റ്റഡ് NPV ഓഫ് ദിസ് പ്രോജക്റ്റ്, ഈ ഒരു പ്രൊജക്റ്റിലെ എന്താണ് എക്സ്പെക്റ്റഡ് NPV എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് ഫിഗറാണ്, 7996.80. ബീയിങ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഇറ്റ് ഷുഡ് ബി ആക്സെപ്റ്റഡ്, ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മൊത്തത്തിൽ ഈ ഒരു പിക്ചറൈസ് ചെയ്യുമ്പോൾ ഇതിനെ ഒരു എന്താണ് ട്രീ ഷേപ്പ് പോലെ നമുക്ക് കാണും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഔട്ട്കമും ആൾട്ടർനേറ്റീവ്സും അതിൻ്റെ അല്ലേ വേരിയസ് ആൾട്ടർനേറ്റീവ്സും അതിൻ്റെ ഔട്ട്കം എക്സ്പെക്റ്റഡ് ഔട്ട്കമും ഇതിലുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ദാറ്റ്സ് ഓൾ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.